നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് പണം വരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പൊതുവിൽ നമ്മൾ ആളുകളോട് ഇൻവെസ്റ്റ് ചെയ്യേ എന്ന് പറയുമ്പോൾ അവർ പറയുന്ന പ്രധാന കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ തന്നെ തികയുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പല വീഡിയോകളിലെല്ലാം കണ്ടിട്ട് ഞങ്ങൾക്കത് അറിയാം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുകയില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കലല്ല, നമുക്ക് നിലവിൽ കിട്ടുന്ന തുക തികയുന്നില്ലെങ്കിൽ കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം. ഒരിക്കലും നമുക്ക് ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കാലം മോശമാണെന്ന് പറഞ്ഞിട്ടോ ഒന്നും നമുക്ക് ഈ ഒരു റിയാലിറ്റിയിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. ഇനി ഒരിക്കലും ചിലവ് കുറയാൻ പോകുന്നില്ല, നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ട ഒരു സത്യമാണ്. അരിക്ക് 50 രൂപയായി, ഇനി എന്തെങ്കിലും അത് പഴയതുപോലെ വീണ്ടും 10 രൂപയാവും നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻകം വർദ്ധിപ്പിക്കുക. ഒരിക്കലും ചിലവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ട്രേഡ് വാറും താരിഫ് വാറൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ തന്നെ മുമ്പൊരു വീഡിയോ ഈ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് അത് നമ്മളെ ബാധിക്കുന്നതെന്ന്. താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അത് കാണാവുന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്കൊരിക്കലും ചിലവ് കൺട്രോൾ ചെയ്യാനേ കഴിയില്ല, അതിന് ഓരോ കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇൻകം കൂട്ടാൻ മാത്രമേ പറ്റുള്ളൂ. ഇൻകം കൂട്ടണമെങ്കിൽ അടിസ്ഥാനപരമായി എല്ലാവരോടും ഞാൻ പറയുന്ന ഒറ്റ സിമ്പിൾ ഫോർമുല നമ്മുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ക്വാളിറ്റി കൂടുമ്പോൾ ഇൻകം കൂടും. അത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, തന്നെ കൂടിക്കോളും. ഇനി ഇൻകത്തിനായി നമ്മൾ ബോധപൂർവം ചെയ്യാവുന്ന ഒരു 7ഓളം കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. ഒന്നാമതായി, ഇൻകം വർദ്ധിക്കാൻ നമുക്ക് വെറുതെ കിടക്കുന്ന ഡെഡ് അസറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല റിട്ടേൺ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റാണ് നമുക്ക് ഏറ്റവും ഇമ്മീഡിയറ്റായി ഏറ്റവും നല്ല രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കി തരുന്നത്. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാം, അത് പാസീവായി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡുകൾ ചെയ്യാം, SIPകൾ. ഇപ്പോൾ SIP ചെയ്യാൻ പൈസ ഇല്ലാത്തവർക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കണം എന്നാണല്ലോ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ SIPകൾ ചെയ്യണം. ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിലെ തന്നെ വിവിധ ഓപ്ഷനുകൾ ഉപയോഗിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു വെൽത്ത് മാനേജറായ നമ്മളോട് ചോദിച്ചാൽ ഒന്നാമത്തെ ഓപ്ഷനായി എപ്പോഴും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ പറയും. കാരണം അവിടെ പരിധിയില്ലാത്ത അവസരങ്ങളുണ്ട്. നമ്മൾ നന്നായി പഠിക്കുകയും നല്ല റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം ബിൽഡ് ചെയ്യുകയും വേണമെന്ന് മാത്രം. രണ്ടാമത്തേത് റെൻ്റൽ ഇൻകമാണ്. റെൻ്റൽ ഇൻകം എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ 10-50 ലക്ഷം രൂപ മുടക്കി, അല്ലെങ്കിൽ ഒരു 10-30 ലക്ഷം രൂപ മുടക്കിയിട്ട് മാസം 5000-6000 രൂപ 7000 രൂപ വാടക കിട്ടുന്ന ഒരു സംവിധാനത്തെ അല്ല ഞാൻ റെൻ്റൽ ഇൻകം എന്ന് വിളിക്കുന്നത്. അത് കൊമേഴ്ഷ്യൽ റെൻറ്റിംഗ് ആണ്. എങ്കിൽ മാത്രമേ ഈ മുടക്കുന്ന പൈസ കൊണ്ട് കാര്യമായൊരു റിട്ടേൺ നമുക്ക് കിട്ടുള്ളൂ. നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുന്നതും റെൻ്റ് ഔട്ട് ചെയ്യുന്നതും എന്തിനാണ്? നമുക്കൊരു റെൻ്റൽ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയാനല്ല, അതിൽ നിന്ന് സഫീഷ്യൻ്റായ ഇൻകം ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് റെൻ്റൽ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ അത് എപ്പോഴും കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആയിരിക്കണം. അപ്പോൾ വെയർ ഹൗസിന് വേണ്ടി കൊടുക്കുമ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറവായിരിക്കും, പക്ഷേ റിട്ടേൺ വളരെ കൂടുതലായിരിക്കും. ഇങ്ങനെ ബുദ്ധിപൂർവ്വം നമ്മൾ ചെയ്യണം. എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനറോട്, ഒരു എക്സ്പേർട്ടിനോട് അഡ്വൈസ് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. മറ്റെല്ലാ കാര്യത്തിലും നമ്മൾ അഡ്വൈസ് ചോദിക്കും. ഒരു ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ പോലെ യൂട്യൂബിൽ പോയിട്ട് 10 റിവ്യൂ എങ്കിലും നമ്മൾ കാണും. ഒരു സിനിമ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു 1-2 റിവ്യൂ കാണും. പക്ഷേ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ കാണുന്നില്ല? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ റെൻ്റൽ ഇൻകമാണ് രണ്ടാമത്തേത്. അത് വളരെ നല്ല ഇൻകമാണ്, പക്ഷേ അത് ശ്രദ്ധാപൂർവം ബുദ്ധിപൂർവം ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് മാത്രം. മൂന്നാമത്തേത് നമ്മുടെ നാട്ടിൽ അധികം പരിചിതമല്ല, ആളുകൾ കേട്ട് വരുന്നേ ഉള്ളൂ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയും. ഇപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു രീതി പറഞ്ഞാൽ, ഒരാൾക്കൊരു കോഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫിൻസാബിയോയിൽ നമ്മുടെ കമ്പനിയിൽ തന്നെ നമ്മൾ ഒരു ഇൻഷുറൻസ് അസോസിയേറ്റ്സിനെ അല്ലെങ്കിൽ അഫിലിയേറ്റ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരെങ്ങനെയാണ് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവരാരും ആവട്ടെ, ഇപ്പോൾ വീട്ടമ്മമാരാവാം, കുടുംബശ്രീയിലുള്ള അമ്മമാരാവാം, സഹോദരിമാരാവാം, അല്ലെങ്കിൽ ഈ കോളേജിലൊക്കെ എന്തെങ്കിലും ഒരു ഇൻകത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, അവരാവാം, ആരും ആവാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത്യാവശ്യം ബന്ധമുള്ള ഒരാളാണ്, നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയയിലൊരു പേജ് ഉണ്ട് അത്യാവശ്യം റീച്ചുള്ള, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ കൊടുക്കുന്ന എസ്പെഷ്യലി മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോലെ, ടേം ഇൻഷുറൻസ് പോലെയുള്ള ഇൻഷുറൻസ് സ്കീമുകൾ അത് ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് പരിചയപ്പെടുത്തുകയും നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ അത് എല്ലാ വിവരവും നൽകാൻ പറ്റുന്ന ഒരു കമ്പനി ഉണ്ടെന്ന് പരിചയപ്പെടുത്തുകയും ചെയ്താൽ അതിന് കൃത്യമായൊരു സ്ലാബ് അടിസ്ഥാനത്തിൽ നമ്മളുടെ അസോസിയേറ്റ്സിന് നമ്മൾ പേ ഔട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു ഇൻകം മോഡലാണ്, ഒരു പാസീവ് ഇൻകം മോഡലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള
അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മറ്റൊരു ടീമുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. നമുക്കൊരു റീച്ചുള്ള സോഷ്യൽ മീഡിയ പേജ് ഉണ്ട്, തീർച്ചയായിട്ടും നമുക്ക് ഏതെങ്കിലും കോഴ്സുകൾ സെല്ല് ചെയ്യാൻ അല്ലെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് അങ്ങനെ ഒരുപാട് അഫിലിയേറ്റ് സാധ്യതകളുണ്ട്. ഇപ്പോൾ ഈ ടൂറിസ്റ്റ് ഏരിയയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവിടെയുള്ള റിസോർട്ടുകളുമായിട്ട് ഇത്തരം അഫിലിയേഷൻ നമുക്ക് വെക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഒരു കോമൺ സെൻസ് വെച്ച് ആരുമായിട്ട് നമ്മൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ കഴിയും, നിങ്ങളുടെ ബന്ധങ്ങൾ ഏത് മേഖലയുള്ളവരുമായിട്ടാണ് എന്നതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് തീരുമാനിക്കപ്പെടുന്നത്. എന്തായാലും വളരെ മികച്ച ഒരു ഇൻകം കൊണ്ടുവന്ന് തരാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിൻസാവിയോയുമായി ആർക്കെങ്കിലും അഫിലിയേറ്റ് ചെയ്യാൻ, അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നാലാമത്തെ കാര്യം കുറച്ച് അധ്വാനമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ സ്കില്ലുള്ളത്, എക്സ്പെർട്ടൈസ് ഉള്ളത്, ആ വിഷയത്തിൽ ഒരു കോഴ്സ് ബിൽഡ് ചെയ്യുക. അത് ഓൺലൈനിലൂടെ കുറഞ്ഞ തുകയ്ക്ക്, അത് പിന്നീട് നമ്മൾക്ക് വ്യൂവർഷിപ്പൊക്കെ കൂടി വരുന്നതനുസരിച്ച്, നമ്മളുടെ പോപ്പുലാരിറ്റി ഒക്കെ കൂടുന്നതനുസരിച്ച് നമുക്കതിന് ഫീസ് കൂട്ടാം. തൽക്കാലത്തേക്ക് കുറഞ്ഞ തുകയ്ക്ക് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അതിനായി സോഷ്യൽ മീഡിയ തന്നെ നന്നായി ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കോഴ്സ് സെല്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് കഴിവുള്ള മേഖലയിൽ ഒരു കോഴ്സ് ബിൽഡ് ചെയ്തിട്ട് അത് ജനങ്ങളിലേക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. അഞ്ചാമത്തേത്, ഇപ്പോഴും വഴിയടഞ്ഞു പോയിട്ടില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള കണ്ടൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, യൂട്യൂബ് ചാനലുകൾ. എപ്പോഴും എല്ലാവരും ചെയ്യുന്നതിനെ ഫോളോ ചെയ്യാതെ ട്രാവൽ വ്ളോഗ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതിന് പുറകെ പോകാതെ നമുക്ക് ഏത് മേഖലയിലാണോ എക്സ്പെർട്ടൈസ് ഉള്ളത് ആ മേഖലയിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്നും ഹൈഡ് ചെയ്ത് വെക്കാതെ ജനങ്ങളോട് അവർക്ക് ഉപകാരം ഉണ്ടാവണം എന്നുള്ള നല്ല ഇൻറ്റൻഷനോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാണോ? ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് വലിയ മുതലാളി ആവാം എന്നൊന്നുമല്ല, പക്ഷെ ഗ്രാജുവലി നല്ലൊരു വളർച്ച ആ ചാനലിന് ഉണ്ടാവുകയും അത് മോണിറ്റൈസ് ചെയ്യുക വഴി പിന്നീട് അതിലൂടെ നല്ല ജെനുവിനായ ആഡുകൾ ചെയ്യുക വഴിയൊക്കെ നിങ്ങൾക്ക് മാന്യമായൊരു തുക ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോഴും അതിൻ്റെ അവസരങ്ങൾ അടഞ്ഞു പോയിട്ടൊന്നുമില്ല, അതിപ്പോഴും ഓപ്പൺ തന്നെയാണ്. ആറാമത്തെ കാര്യം, ഈ ഫോട്ടോഗ്രാഫിയിലൊക്കെ ഇത്തിരി കമ്പമുള്ള ആളുകൾക്ക്, എനിക്ക് ചെറിയ രീതിയിൽ ഫോട്ടോഗ്രാഫിയിൽ കമ്പമുള്ള ആളാണ്. ഈ പ്രകൃതിയിലെ വളരെ നല്ല നല്ല ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ശീലം ഉണ്ടെങ്കിൽ അത്തരം നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോട്ടോഗ്രാഫി താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് ഫോട്ടോ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഏഴാമതായി, ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും, ബിസിനസ്സുകാർക്ക് വേണ്ട ഇത്ര ടൂളുകൾ 299 രൂപ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സെല്ല് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് ആവശ്യമുള്ളതാണ്. ആഡ് നന്നായി റൺ ചെയ്താൽ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തും. അതുവഴി വലിയൊരു സെയിൽ അവിടെ നടക്കും. എല്ലാം ഓൺലൈൻ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ $10 ഈ നമ്മൾ നോക്കുമ്പോൾ $10 അത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമാണ്. പക്ഷേ 800 രൂപ വിലയുണ്ട്. $10 അത്യാവശ്യം കൊള്ളാവുന്ന കോണ്ടൻ്റ് ഉള്ള ഒരു പുസ്തകം എഴുതി, അത് PDF ആണ്, നിങ്ങൾക്കിത് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമെന്ന് പറയും. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യമെന്ന് നമുക്ക് തോന്നുമെങ്കിലും പക്ഷേ ഇത് വലിയ ക്വാണ്ടിറ്റിയിൽ ഈ സെയിൽ നടക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു 7 കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾക്കൊന്ന് കണ്ണ് തുറന്ന് വെച്ചാൽ നമുക്ക് ചുറ്റും നിന്നും എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇൻകം ഇല്ലായ്മ എന്ന ഈ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നത്തിന് ഈ ഒരു സൊല്യൂഷൻ, ഇതെല്ലാം കൂടി എല്ലാവർക്കും പറ്റില്ല. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചത് സെലക്ട് ചെയ്യുകയും എന്നിട്ട് വെൽത്ത് ബിൽഡ് ചെയ്യുക. പൈസ ഇല്ലയെന്ന് പരാതി പറയാതെ ആ ബിൽഡ് ചെയ്ത വെൽത്ത് ഏറ്റവും ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു 10-50 വയസ്സൊക്കെ ആകുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കുക, സമാധാനത്തോടെ ജീവിക്കുക. അത് നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ആരെയും ആശ്രയിക്കാതെ സമാധാനമായി ജീവിക്കാനായി ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ സാമ്പത്തിക ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ, അത് ഇൻഷുറൻസ് ആവട്ടെ, SIP, മ്യൂച്വൽ ഫണ്ട് മുതലായ ഏതൊരു സാമ്പത്തിക സേവനങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കാം. നിങ്ങളുടെ ഏതൊരു സാമ്പത്തിക ആവശ്യങ്ങൾക്കും സേവ് ചെയ്യുന്നതിന് ഫിൻസാവിയോ ടീം എപ്പോഴും സജ്ജമാണ്. അതിൽ സന്തോഷമേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.